നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡാറ്റയിൽ നമ്മൾ ഒരു കമൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള. അതായത് നമ്മളിപ്പോൾ ഡാറ്റകൾ ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റിപ്പോവുക അല്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരികയാണ്. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ വരുമ്പോൾ അതിവിടെ മാർക്ക് ചെയ്ത് വെക്കണം. ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുമ്പോൾ ഈ ഡാറ്റകൾക്ക്, അതായത് ഇതിലുള്ള ഡാറ്റകൾക്ക് അത് ബാധിക്കുകയും ചെയ്യരുത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന് കമൻറ്റ് ഇൻസേർട്ട് ചെയ്യും. കമൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് സെല്ലിലാണോ കമൻറ്റ് ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതേ രീതിയിൽ പോപ്പപ്പ് മെനു വരും. ഇങ്ങനെ പോപ്പപ്പ് മെനു വരുമ്പോൾ നമ്മൾ ഇതിൽ ഇൻസേർട്ട് കമൻറ്റ് ഉണ്ട് കേട്ടോ. ഇൻസേർട്ട് കമൻറ്റ് ഇവിടെ കാണാം, ഇൻസേർട്ട് കമൻറ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇൻസേർട്ട് കമൻറ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് വന്നു. അതിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇതേ രീതിയിൽ പ്ലീസ് ചെക്ക് ദിസ് നമ്പർ എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, പുറത്ത് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അതിവിടെ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് റിവ്യൂ ടാബിൽ പോയാൽ ഇവിടെ കമൻ്റ് ഉണ്ട്. കമൻറ്റ് ഷോ ആൾ കമൻറ്റ് എന്നുള്ളത് ആക്റ്റീവായി നിൽക്കുന്നത് കൊണ്ടാണ് ഇതിവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് നിൽക്കുന്നത്. ഇത് നമ്മൾ ഒഴിവാക്കിയാൽ അതിവിടെ ഡിസ്പ്ലേ ചെയ്യില്ല. ഇവിടെ നമ്മൾ ആ കമൻറ്റുള്ള സ്പേസിൽ ഇവിടെ ഒരു ചിഹ്നം വന്നിട്ട് ഒരു റെഡ് മാർക്ക് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്തു, അല്ലെങ്കിൽ അവിടെ മൗസ് കേഴ്സർ കൊണ്ടുവരികയാണെങ്കിൽ ജസ്റ്റ് മൗസ് കേഴ്സർ കൊണ്ടുവന്നാൽ അതിലുള്ള കമൻറ്റ് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് കമൻറ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സെല്ലിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഇൻസേർട്ട് കമൻറ്റിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കമൻറ്റ് ഇൻസേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇൻസേർട്ട് ചെയ്യുക. എങ്ങനെയാണ്, ഇവിടെ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം റിവ്യൂ ടാബിൽ, ഇവിടെ ഹോം ടാബാണ് ആക്റ്റീവായി നിൽക്കുന്നത് എങ്കിൽ റിവ്യൂ ടാബ് സെലക്ട് ചെയ്യുക, അതിനുശേഷം സെല്ല് സെലക്ട് ചെയ്യുക. സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ന്യൂ കമൻറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് കമൻറ്റ് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ ഇതേ രീതിയിൽ പുറത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ 3 കമൻറ്റുകളാണ് ഇൻസേർട്ട് ചെയ്തത്. അപ്പോൾ മൗസ് കേഴ്സർ കൊണ്ടുവന്നാൽ ഇതിലുള്ള കമൻറ്റ് കാണാം, നെക്സ്റ്റ് ഇതിലുള്ള കമൻറ്റ് കാണാം, ഇതിലുള്ള കമൻറ്റ് കാണാം. ഇത് നമുക്ക് പ്രിൻറ്റിങ്ങിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലോ ഇത് ഡിസ്പ്ലേ ചെയ്യില്ല. പക്ഷേ നമുക്ക് ഇതേപോലെ ഒരു കൺഫ്യൂഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ പിന്നീട് ചെക്ക് ചെയ്യണമെങ്കിലൊക്കെ ഇതേ രീതിയിൽ നമുക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്ത് വെക്കാം എന്ന് മാത്രം. അതിനാണ് നമ്മൾ കമൻറ്റ് യൂസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് റിവ്യൂ ടാബിൽ വന്നാൽ ഇപ്പോൾ ഓരോന്നായിട്ട് ഇപ്പോൾ പ്രീവിയസ് കമൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ബാക്കോട്ടോ നെക്സ്റ്റ് കമൻറ്റ് എന്നുള്ള രീതിയിൽ മുന്നോട്ടോ ഓരോരോ കമൻറ്റുകളായിട്ട് കാണാൻ കഴിയും. ഇവിടെ ഷോ ഹൈഡ് കമൻറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കമൻറ്റ് ഷോ ചെയ്യാനും കമൻറ്റ് ഹൈഡ് ചെയ്യാനും കഴിയും. ഷോ ആൾ കമൻറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ കമൻറ്റുകളും ഒരുമിച്ച് കാണാൻ കഴിയും. ഷോ ആൾ കമൻറ്റ് ഡിസേബിൾ ചെയ്താൽ കമൻറ്റുകൾ ഷോ ചെയ്യില്ല. ഓരോന്ന് കാണണമെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ നെക്സ്റ്റ് പ്രീവിയസ് ഒക്കെ യൂസ് ചെയ്യാം. ഇനി ഏതെങ്കിലും കമൻറ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിലോ കമൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഷോ ഹൈഡ് കമൻറ്റ് എന്നുള്ളത് ഒഴിവാക്കി ഇവിടെ ഈ സെല്ല് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ഡിലീറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ആ കമൻറ്റ് ഡിലീറ്റ് ആകും. അല്ലെങ്കിൽ നമ്മൾ കമൻറ്റുള്ള സെല്ല് സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇവിടെ പോയിട്ട് ഡിലീറ്റ് കമൻറ്റ്, ഇവിടെ ഷോ ഹൈഡ് കമൻറ്റ് ഉണ്ട്, ഡിലീറ്റ് കമൻറ്റ് ഉണ്ട്, എഡിറ്റ് കമൻറ്റ് ഉണ്ട്. ഡിലീറ്റ് കമൻറ്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എഡിറ്റ് കമൻറ്റിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് കമൻറ്റുകൾ ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അത് ഷോ ചെയ്യാനും ഹൈഡ് ചെയ്യാനും ഒക്കെ കഴിയും. അതായത് റിവ്യൂ ടാബിൽ ന്യൂ കമൻറ്റ്, ഡിലീറ്റ്, പ്രീവിയസ്, നെക്സ്റ്റ്, ഷോ ഹൈഡ് കമൻറ്റ്, ഷോ ആൾ കമൻറ്റ് എന്നുള്ള ഇതിൽ ഉപയോഗിച്ച് നമുക്ക് കമൻറ്റ് ഇൻസേർട്ട് ചെയ്യാനും കമൻറ്റ് ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും കഴിയും. അതോടൊപ്പം ഇതിൽ ഏത് സെല്ലിലാണോ കമൻറ്റ് ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, വരുന്ന പോപ്പപ്പ് മെനുവിൽ നിന്നും ഇൻസേർട്ട് കമൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കമൻറ്റ് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്ത കമൻറ്റ് ഇപ്പോൾ ഇവിടെ ഇൻസേർട്ട് കമൻറ്റിൽ ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ കമൻറ്റ് എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഷോ ചെയ്യാനും ഹൈഡ് ചെയ്യാനൊക്കെ നമുക്ക് കഴിയും. നമ്മളിപ്പോൾ ഒരു ഡാറ്റ എൻ്റർ ചെയ്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഡീറ്റെയിലിങ്ങോ അല്ലെങ്കിൽ അയാളോടൊന്ന് ചെക്ക് ചെയ്യാനോ പറയാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണമെങ്കിൽ കമൻറ്റിലാണ് നമ്മളത് ടൈപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് തുറക്കുമ്പോൾ അവിടെ റെഡ് മാർക്ക് ഉണ്ടാവും. റെഡ് മാർക്ക് കണ്ട് അവർ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവുകയും ആവശ്യമായ ആക്ഷൻ എടുക്കുകയും ചെയ്യും. ഇതിനാണ് നമ്മൾ കമൻറ്റ് യൂസ് ചെയ്യുക. കമൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ സെല്ല് സെലക്ട് ചെയ്തതിനു ശേഷം ഷിഫ്റ്റ് F2 കീ ഒരുമിച്ച് പ്രസ് ചെയ്താൽ മതി. കീബോർഡിൽ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചതിന് ശേഷം F2 എന്ന ഫംഗ്ഷൻ കീ യൂസ് ചെയ്ത് നമുക്ക് കമൻറ്റ് ഇൻസേർട്ട് ചെയ്യുക. ഇങ്ങനെ കമൻറ്റ് ബോക്സ് വരുമ്പോൾ നമുക്ക് എന്താ വേണ്ടി വെച്ചാൽ അത് ടൈപ്പ് ചെയ്തതിന് ശേഷം പുറത്ത് ക്ലിക്ക് ചെയ്താൽ മതി. കമൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നുകിൽ റിവ്യൂ ടാബിൽ പോയിട്ട് കമൻറ്റ് എന്ന ഓപ്ഷനിൽ ഡിലീറ്റ് നിൽക്കുക. സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കമൻറ്റ് ഡിലീറ്റ് ആവും. അല്ലെങ്കിൽ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം.
അതിനുശേഷം ഡിലീറ്റ് കമൻറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കമൻറ്റ് ഡിലീറ്റ് ആയി.